ഇനി അവനും നിന്നോടൊപ്പം ഇറങ്ങി വരുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് അവനെയും ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. ശരിക്കും അങ്ങനെയുള്ളൊരു ചടങ്ങാ നടത്തേണ്ടത്. പിന്നെല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ. കൊള്ളാം. ചടങ്ങുകളെ കുറിച്ചെല്ലാം നിനക്ക് നല്ല ധാരണയുണ്ട്. ഇത്രയും വിവരമുള്ള ഒരു മരുമകളെയാ ഞാൻ പ്രതീക്ഷിച്ചത്. എന്റെ പ്രതീക്ഷകളെയും കടത്തിവെട്ടുന്ന ഒരു മരുമകള് തന്നെയാണ് നീ. സത്യത്തിൽ ചടങ്ങെന്ന് പറയുമ്പോ അത് മാത്രമല്ല, ചടങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന്റെ കാര്യം നീ മറന്നുപോയി. എന്താ? ദാ ഇത് തന്നെ. അംഗീകാരം വേണമല്ലേ? എന്റെ മരുമകളെന്ന അംഗീകാരം നിനക്ക് വേണമല്ലേ? എന്റെ മകനെ പറ്റിച്ചു വശീകരിച്ച് ഈ വീട്ടിൽ കയറിക്കൂടിയവളാണ് നീ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കുറഞ്ഞ വൃത്തികെട്ട ഗണത്തിലെ പെണ്ണുങ്ങളിൽ ഒരുത്തി. നിനക്ക് ഈ രമാദേവിയുടെ അധികാരചിഹ്നമായ താക്കോൽക്കൂട്ടം വേണമല്ലേ? കോടീശ്വരിയാണ് ഈ രമാദേവി, എയർലൈൻ വ്യവസായത്തിലെ ചക്രവർത്തിനി. ഇവിടെ ചടങ്ങുകളും നിയമങ്ങളും എല്ലാം നിശ്ചയിക്കുന്നതും നടപ്പാക്കുന്നതും ഞാനാണ്. ഈ വീട്ടിൽ ആര് താമസിക്കണമെന്നും അവർക്ക് എന്ത് വില നൽകണമെന്നും ഞാൻ നിശ്ചയിക്കും. എന്റെ പ്രിയപ്പെട്ട മരുമകളാ ഈ വീട്ടിൽ എന്റെ അനന്തരാവകാശിയായി വരാൻ പോകുന്നത്. അതവളാ. എന്നെ സംബന്ധിച്ചിടത്തോളം നീ തെരുവിൽ അലഞ്ഞു നടക്കുന്ന വെറും ഒരു കൊടിച്ചി പട്ടിയാ. നിന്നെപ്പോലെ ഒരുത്തി ഇതുപോലെ പറഞ്ഞുകൊണ്ട് വന്നാ കൊന്നുകളയും നിന്നെ ഞാൻ. ഒരു മണിമാലയുടെ പേരിലാ ഞാൻ നിന്നെ ഇപ്പോഴും ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിന്നെ എപ്പോഴേ ഞാൻ കത്തിച്ചു കളഞ്ഞേനെ. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കാനും എനിക്കറിയാം. ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ മുൻപിൽ വന്നാ പിന്നെ എന്റെ മകൻ നിന്റെ ശവം പോലും കാണില്ല. മനസ്സിലായോടി ഓരുംപെട്ടവളെ? ഇറങ്ങിപ്പോടി എന്റെ മുമ്പിൽ നിന്ന്. നിക്ക്. ഇനിയും ഇതുപോലുള്ള അഹങ്കാരവുമായിട്ട് എന്റെ മുമ്പിൽ വന്ന ഇറക്കി വിടുന്നത് ഈ മുറിന്നാവില്ല, അത് ഈ വീട്ടിൽ നിന്ന് തന്നെയാവും. എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ ഞാൻ ഇറക്കി വിടും. മനസ്സിലായോ നിനക്ക്? ഇനി അവനും നിന്നോടൊപ്പം ഇറങ്ങി വരുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് അവനെയും ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. പിന്നെ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പുറത്ത് ചന്ദ്രലേഖയോ കല്യാണിയോ നിൽപ്പുണ്ടെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം. കേട്ടോടി? ഇറങ്ങിപ്പോ. ഔട്ട്. ശരിക്കും ഒന്ന് കിട്ടിയല്ലേ? രമാദേവി മാഡത്തിന്റെ അടിയല്ലേ? നല്ല ഉശര് കാണും. കണ്ണിക്കൂടെ എത്ര പൊന്നിച്ചേ പറഞ്ഞത്? ആ താടകം നിന്നെ വിളിക്കുന്നുണ്ട്. അകത്ത് പോയി അടിയുടെ ഉശര് നീ തന്നെ ചൂടോടെ അറിയി. എന്റെ കാര്യം അവിടെ നിക്കട്ടെ, നിനക്ക് ഇനിയും കുറെ വാങ്ങിച്ചു കൂട്ടാനുള്ളതല്ലേ?
ഇതൊരു തുടക്കമായിട്ട് കരുതിയാ മതി. പോടി. നീ ഇത്ര പെട്ടെന്ന് ഇങ്ങെത്തിയോ? ആ, ഞാനിങ്ങോട്ട് വരുമ്പോഴാ മാഡത്തിന്റെ മരുമകള് ഐശ്വര്യ മാഡത്തെ കണ്ടത്. ഏ? ഐശ്വര്യ മാഡമാ എന്നെ മാഡം വിളിക്കുന്നു എന്ന് പറഞ്ഞത്. മരുമകളോ? ഏതു മരുമകള്? ആരുടെ മരുമകള്? ആവശ്യമില്ലാത്ത പദവികളൊന്നും നീ ആർക്കും കൽപ്പിച്ചു കൊടുക്കണ്ട. മനസ്സിലായി മാഡം. മാഡം എന്നെ വിളിപ്പിച്ചത്? ആ, നീ പോയി നല്ല ഒരു ജ്യൂസ് എടുത്തോണ്ട് വാ. മാംഗോ ജ്യൂസ് തന്നെ ആയിക്കോട്ടെ. ശരി മാഡം. ആ, നിക്ക്. നല്ല തണുപ്പ് വേണം, മധുരവും. ജ്യൂസ് നല്ലതല്ലെങ്കിൽ നീ വിവരം അറിയും, കേട്ടല്ലോ? ആ, വേഗം പോയി ജ്യൂസ് എടുത്തോണ്ട് വാ. അപ്പോ എല്ലാം ഓക്കെ അല്ലേ? നീയും അമ്മയും തമ്മിൽ കോംപ്രമൈസ് ആയില്ലേ? ഞാൻ പറഞ്ഞില്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സിമ്പിളാണെന്ന്. നമ്മൾ അമ്മയോട് തുറന്ന് സംസാരിച്ചപ്പോ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അത്രയുള്ളൂ. ശുഭം. ആ അതെ, ഇനി എല്ലാം ശുഭമാവും. കുഞ്ഞോളെ, ആ, ഭദ്രേട്ടനോ? അല്ലാതെ ഈ മുറിയിലേക്ക് ധൈര്യപൂർവ്വം കയറി വരുന്ന ആരാ കുഞ്ഞോളെ? കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു കുഞ്ഞോളോടൊരു കാര്യം പറയണമെന്ന്. അനസ്യൂയുടെ കാര്യമല്ലേ ഭദ്രേട്ട? അത് നമുക്ക് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. ആ, തോക്ക് കയറി വെടിവെക്കില്ല കുഞ്ഞോളെ. ഞാൻ പറയാൻ വന്നതേ എന്റെ മോള് അനസ്യൂയുടെ കല്യാണക്കാര്യമല്ല, പിന്നെ ചിന്നുവിന്റെ കാര്യമാ. ചിന്നുവിന്റെ കാര്യോ? അതെ, ചിന്നുവിന്റെ കാര്യം തന്നെ.